Hello friends, welcome back to my channel SSA Cooking World. ഇന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഞങ്ങളുടെ കാസർഗോഡ് ഈദ് സ്പെഷ്യൽ അപ്പമായിട്ടാണ്. അപ്പോൾ ഈ അപ്പത്തിൻ്റെ പേര് പൈസപ്പത്തൽ എന്നാണ് കേട്ടോ. ആ കോയിൻസിൻ്റെ ഒക്കെ രൂപത്തിലുള്ളതുകൊണ്ടാണ് പൈസപ്പത്തൽ എന്ന് പറയുന്നുള്ളത്. റെസിപ്പിയിലിട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 10 പച്ചമുളകും 1 പീസ് ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി 1 പിടി തേങ്ങ പിന്നെ 1.5 കപ്പ് പച്ചരി ഇത്രയാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. ഇതിനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് പച്ചമുളകും ഇഞ്ചിയും ഗാർലിക്കില്ലേ വെളുത്തുള്ളി അതുകൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗാർലിക്ക് ഒരു 5-8 പീസ് എടുത്തിട്ടുണ്ട്. നാട്ടിലെ ഗാർലിക്കാണെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് എടുത്തോ. പിന്നെ ഇവിടുന്ന് പച്ചമുളക് നമ്മൾക്ക് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ 1 കപ്പ് തേങ്ങയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ ഞാൻ പച്ചരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ നൈസായിട്ട് മഷി പോലെയൊക്കെ അരച്ചെടുത്ത് വരുന്നതെന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് 1 മുട്ടയാണ്. ഇപ്പോൾ നമ്മൾ അരിയുടെ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുകയാണെങ്കിൽ 2-3 മുട്ട വരെ ഒക്കെ എടുക്കാം. അത് നല്ല പോലെ ക്രിസ്പി ആയിട്ട് എന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതിലേക്ക് ഞാൻ 1 മുട്ട മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. 1.5 കപ്പ് പച്ചരി ആയതുകൊണ്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്തെടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടാണ് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മളിത് അരച്ചെടുക്കുന്നുള്ളത്. നമ്മൾ ദോശക്കൊക്കെ അരച്ചെടുക്കൂലേ ആ പാകത്തിനായിട്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മാവിനെ ഒന്ന് ഫ്രൈ പാനിലിട്ടിട്ട് പുതുക്കിയെടുക്കാനുണ്ട്, വാട്ടിയെടുക്കാൻ. അങ്ങനെ ഞാൻ 2 ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നുള്ളത്. അങ്ങനെ 2 ബാച്ചും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ രണ്ടും മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾക്ക് ഇതിനെ ഒരു ഫ്രൈ പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അത് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ തൂവി കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് തൂവി കൊടുത്തിട്ടുള്ളത്, ബ്രഷ് ചെയ്തെടുത്തിട്ട്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് പാട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, ഇളക്കിയെടുക്കണം. ഇല്ലെങ്കിൽ അത് നമ്മൾ കലത്തപ്പൊക്കെ ആവില്ലേ അതുപോലെയൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒഴിച്ചെടുത്ത് പാട് തന്നെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്നും വേണ്ട, അപ്പോഴത്തേനും ഇത് നല്ല പോലെ ഉറച്ച് കിട്ടും. നല്ല കട്ടിയായി തന്നെ കിട്ടുന്നുണ്ട്. കുറേ നേരം അതിലിട്ടിട്ട് അതിനെ വേവിക്കേണ്ടെന്നോ ആവശ്യമൊന്നുമില്ല. ഇത് ലൂസ് കൺസിസ്റ്റൻസി മാറിക്കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇതിനൊന്ന് പുതുക്കിയെടുക്കുന്നുള്ളത്, വാട്ടിയെടുക്കുന്നുള്ളത്. അത് ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നല്ലോണം കട്ടിയായിട്ടൊക്കെ പോവും. ഇത് ഇത്രയും മതി. എന്നിട്ട് നെക്സ്റ്റ് ബാച്ചും സെയിം ഞാൻ അതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 കൂടെ ഒന്നിച്ചിട്ടിട്ട് ഇതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ കൈ കൊണ്ട് തന്നെ. അപ്പോഴത്തേന് തന്നെ നല്ലോണം ഉറപ്പായിട്ട് നല്ല കട്ടിയായിട്ട് തന്നെ ആവുന്നുണ്ട്. എന്നിട്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കൂലേ ആ പത്തിരിയുടെ അച്ചിൽ പത്തിരി പ്രസ്, ആ പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഇതിനെ പരത്തിയെടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ പത്തിരി പ്രസ് ഇല്ലെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കൂലേ ആ ചപ്പാത്തി കോല വെച്ചിട്ട് പരത്തിയെടുത്താലും മതി. എന്നാലും നല്ല നൈസായിട്ട് തന്നെ ഉറപ്പായിട്ട് കിട്ടണം കേട്ടോ, തിന്നായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പത്തിരി പ്രസ് തന്നെ എടുക്കുന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഒരു ബോട്ടിലില്ല, മരുന്ന് ബോട്ടിലൊക്കെ ഉണ്ടാകുന്നില്ല കുപ്പീൻ്റെ അടുപ്പൊക്കെ, അതിൻ്റെ അടുപ്പ് വെച്ചിട്ടും നമുക്ക് ഇതിനെ ഇങ്ങനെ കോയിൻസിൻ്റെ രൂപത്തിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് കുക്കീസ് കട്ടറാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഞാനിതിനെ കോയിൻസിൻ്റെ രൂപത്തിലാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ആക്കുന്ന ടൈമിൽ തന്നെ ഇത് ഓരോന്ന് ഇളകിയിട്ട് നമ്മളുടെ കയ്യിൽ തന്നെ പോരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതായി കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് മുഴുവനും ഞാൻ ഇതുപോലെ ഇങ്ങനെ ഹോൾസാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ ചൂടായതിന് ശേഷം മാത്രമാണ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. നമ്മളുടെ നാട്ടിൽ
ചെറിയ പെരുന്നാളിനാണെങ്കിലും വലിയ പെരുന്നാളിനാണെങ്കിലും പെരുന്നാൾ ഏതോ ആയിക്കോട്ടെ അതിന് ഒരുപാട് തരം സ്നാക്സ് വെറൈറ്റി സ്നാക്സാണ് ഉണ്ടാക്കാറുള്ളത്. അത് അന്നന്ന് കഴിച്ച് തീർക്കാനുള്ളതൊന്നുമല്ല. അത് 1 മാസമോ 2 മാസമോ എത്ര മാസം വരെ വേണമെങ്കിലും സൂക്ഷിക്കാനും പറ്റുന്നുണ്ട്. അത്രയ്ക്കും ടേസ്റ്റിയും ഹെൽത്തിയും വെറൈറ്റിയും ആയിട്ടുള്ള സ്നാക്സാണ് കേട്ടോ കാസർഗോഡ് ഈദ് സ്പെഷ്യൽ. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു പൈസപ്പത്തിരിയുടെ റെസിപ്പി ഒന്ന് ഇടാമോന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇതുകൂടി നിങ്ങൾക്ക് വേണ്ടി ഇട്ട് തന്നിട്ടുള്ളത് കേട്ടോ. എൻ്റെ കാസർഗോഡ് സ്പെഷ്യൽ എല്ലാത്തരം റെസിപ്പീസും എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്നാക്സാണ്. ഇതാ കണ്ടില്ലേ, നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് പരത്തിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് എന്നിട്ട് ഇതിൻ്റെ ബാലൻസ് വരുന്ന മാവൊക്കെ ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ മുഴുവനും നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം, ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പ്ലേറ്റിലൊക്കെ ആക്കിയിട്ട് അല്ലെങ്കിൽ തുണിയിലൊക്കെ കോട്ടൻ്റെ തുണിയിലൊക്കെ ഇത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എളുപ്പത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ബാക്കി ബാലൻസ് ഉള്ളത് നെക്സ്റ്റ് നമ്മൾ അടുത്ത അപ്പം ആക്കിയിട്ട് എടുക്കാം. ഇത് ചിലവർ ഇതിലേക്ക് സ്പൈസസ് ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അത് കഴിക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളത് ഇതുപോലെ സ്പൈസസ് ഒക്കെ ചേർത്തിട്ടാണ്. അപ്പോൾ പച്ചമുളകൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇതൊരു സൈഡ് മൊരിഞ്ഞ് വന്നതിന് ശേഷം മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സൈഡും ഒരേപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്ന വിധത്തിൽ വേണം നമ്മളിതിനെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ അപ്പങ്ങളൊക്കെ ചുടുമ്പോൾക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും ചുടാൻ പാടില്ല. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ചുടാൻ വേണ്ടിയിട്ട്. ഇത് എൻ്റെ അടുത്ത് വേറൊരാൾ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതാ 1.5 കപ്പ് പച്ചരി കൊണ്ട് ഇത്രയാണ് എനിക്കിവിടെ സ്നാക്സ് ഉണ്ടായി കിട്ടിയിട്ടുള്ളത്. നമുക്ക് സെയിൽ ചെയ്യാൻ കൂടി പറ്റിയ നല്ലൊരു സ്നാക്സ് കൂടിയാണ് കേട്ടോ ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ട്. ഇതിൻ്റെ ക്രിസ്പിനെസ് എത്രത്തോളം ഉണ്ടെന്ന് ഇത് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ പൈസപ്പത്തിൽ കുറേ പണിയെന്നൊക്കെ വെച്ചിട്ട് കുറേ പേര് ഉണ്ടാക്കാത്തൊക്കെ ഉണ്ടാവും. എന്നാലും ഇപ്രാവശ്യം ഈ പെരുന്നാളിന് എന്തായാലും ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് കൂടിയാണ് കേട്ടോ ഇത്. എൻ്റെ വീട്ടിലൊക്കെ ഞാൻ ചെറുപ്പം തൊട്ടേ ഉമ്മ എല്ലാ സ്നാക്സും ഉണ്ടാക്കാറുണ്ട് പെരുന്നാളിന്. അപ്പം ഞങ്ങളൊക്കെ ഇതിൻ്റെ സൈഡൊക്കെ ഇരുന്നിട്ട് ഇത് കട്ട് ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഞാനും ഇത് എല്ലാ റെസിപ്പീസും കണ്ട് പഠിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ കുവൈത്തിലും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. വേണ്ടവർ ഒന്ന് ഡീറ്റെയിൽസ് ചോദിച്ചാൽ മതി. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.